ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉത്സവത്തിനൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ. ഉത്സവത്തിനൊക്കെ പോയി വൈകിട്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നത് കേട്ടോ. മറ്റേ ഇവിടെ ആറാട്ട് കണ്ടിട്ട് നമ്മളിങ്ങ് തിരിച്ചു വരിക. അപ്പോഴൊന്നു മുതൽ നമുക്ക് 8-10 ദിവസം ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇനി വരിക ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ ആദ്യമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതു. ഒരുപാട് ആൾക്കാരും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വന്ന് ഇവിടെ ആറാട്ടൊക്കെ കണ്ടു. ആറാട്ടിന് ഞാൻ പറഞ്ഞില്ലേ 8 ആനകളൊക്കെ ഉണ്ടെന്ന്. വലിയ ഗജവും വീരന്മാരാണ് കേട്ടോ. അവന്മാരെ കൊണ്ട് ഇറക്കിയപ്പോഴൊക്കെ അവിടെ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു പറയുന്നത് കേട്ടോ. ഓരോരുത്തരിങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടേക്കുന്നു. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ. ഇവരെല്ലാം കൂടെ പിന്നെ നമ്മുടെ അമ്പലത്തിലെ പള്ളിയിലൊക്കെ എന്തോ ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അവർ ആങ്ങള പെങ്ങന്മാരാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം. നമ്മുടെ കടമ്പനാട്ട് അമ്മയും അവിടുത്തെ കടമ്പനാട് വലിയ പള്ളി അവരിങ്ങനെ കേട്ടോ. അതൊക്കെ എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവൊക്കെ ഉള്ളൂ. അപ്പോഴവിടെ പള്ളിയിലൊക്കെ നമസ്കരിക്കുക അതൊക്കെ ചെയ്യും. ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ വൈകിട്ടത്തെ ആറാട്ട്. ഒരുപാട് ആൾക്കാർ കുറവായിരുന്നു. പിന്നെ നമുക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ റോഡിന് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വീതി കുറവായതുകൊണ്ട് കേട്ടോ, പിന്നെ ആൾക്കാർക്കും നമ്മുടെ ആനയും ഈ ചെണ്ടക്കാരും എല്ലാം വണ്ടിയും അതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു തിക്കും തിരക്ക് കേട്ടോ. അങ്ങനെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആറാട്ടിനെ പറ്റി പറയാനുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ കേട്ടോ, ഇച്ചിരി വീതി കുറവുണ്ട് നമുക്ക്. പിന്നെ ഒരു ട്രാൻസ്ഫോർമറും എല്ലാം ഉണ്ട് അവിടെ ആ ഭാഗത്ത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലതായിരുന്നു. കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ളായിരുന്നു. അവന്മാർ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവന്മാർ 6 പേരിങ്ങനെ കുഴപ്പമില്ലാതെ അതൊക്കെ ഡോക്ടർമാർ ഇതൊക്കെ പരിശോധിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ. എല്ലാവരും പറഞ്ഞ് കാണത്തില്ലെന്നൊക്കെ, ഇവന്മാർ കാണത്തില്ലെന്ന്. പക്ഷേ കുഴപ്പമില്ലാതെ അവന്മാരങ്ങ് ചെന്നു. കൊടിയറൊക്കെ ഉണ്ടല്ലോ, പറയിടയിലും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പപ്പയും മോനും അതൊക്കെ കൊടിയിറക്കൊക്കെ കാണാൻ പോയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പറയിടണമായിരുന്നു. പറയിട്ട് കൊടുത്തു 1:30 ആയി അവർ പോയിട്ട് വന്നപ്പം കേട്ടോ. നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് ഞായറാട്ടും കഴിഞ്ഞ് ഞങ്ങൾ വന്നു കേട്ടോ. നല്ലതായിരുന്നു ആറാട്ട് കേട്ടോ. ചെണ്ടക്കാരാണേലും നന്നായിട്ട് ഒരു ചെണ്ട കൂട്ടി. പക്ഷെ സൗകര്യക്കുറവ് കാരണം ഇതൊക്കെ ആനയ്ക്കാണേലും ഒക്കെ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലേ. വലിയ വണ്ടികളും വരുന്നു, ആനകളും മനുഷ്യരും എല്ലാം കൂടെ ആകെ കുഴപ്പം. പക്ഷെ അല്ലെങ്കിൽ ഇതൊന്നും ഈ വണ്ടിയുടെ ഇതില്ലെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് ഇവർക്കൊക്കെ ഈ ആനയ്ക്കൊക്കെ ആണേലും നല്ല സൗകര്യവാർത്ത നന്നായിട്ട് നിൽക്കാനൊക്കെ കൊള്ളാം കേട്ടോ. എന്ത് ചെയ്യാനാണ്, നമ്മുടെ വീതി കുറവ്. റോഡ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ ഇച്ചിരി നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇച്ചിരി ഒരു സൗകര്യക്കുറവുണ്ട്. അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വർഷം എനിക്കൊന്ന് അമ്പലം പുതുക്കി പണിയാണെന്ന് കേട്ടോ. നമ്മുടെ അമ്പലം പുതുക്കി പണിയാന്നൊക്കെ ഇങ്ങനെ കേട്ടു. പിന്നെ ഉത്സവം കാണുമായിരിക്കും. പക്ഷേ വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാണുമെന്ന്. ഇപ്രാവശ്യത്തെ നല്ല ഇതായിരുന്നു എന്ന് പറയുന്നത് ഉത്സവം. പോയവരൊക്കെ പറഞ്ഞേ. ഓരോരുത്തരൊക്കെ ഇവന്മാർ വന്നിറങ്ങി സ്റ്റാറ്റസൊക്കെ ഇട്ടേക്കുന്നത് കണ്ട് തകർത്തപ്പോൾ ഞങ്ങൾ അന്തിച്ചു, ഇതൊക്കെ അവിടെ സംഭവിച്ചു. നമ്മൾ ഇഞ്ഞ് കിടക്കുമല്ലേ, നമ്മൾ ഇഞ്ഞല്ലേ താമസിക്കുന്നത്. എന്നിട്ട് നമ്മൾ അങ്ങനെ അറിയത്തില്ല കേട്ടോ. അടുത്താണെങ്കിൽ നമുക്ക് ഓടിപ്പോയി ഒന്ന് കാണാം. അങ്ങനെ നമ്മുടെ പപ്പ ഇന്നലെ ഒരു അമ്മാവനെയൊക്കെ വാങ്ങിച്ചു. ഈ നമ്മുടെ പപ്പയ്ക്ക് ഏതൊരു ഉത്സവത്തിന് പോയാലും ഉണ്ടല്ലോ അമ്മാവനെ വേണം. ആ ചെക്കൻ കിടന്ന് കരച്ചില്ല, എനിക്ക് അമ്മാവനെ വേണമെന്ന് പറയട്ടോ. അങ്ങനെ ഒരു അമ്മാവനെ വാങ്ങിച്ചു ഇന്നലെ. പിന്നെന്താ, എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് ഉത്സവം കാണാൻ കേട്ടോ. എന്തായാലും ബാവയ്ക്ക് അമ്മാവനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ. പിന്നെ ഈ ആനയൊക്കെ ഒരുങ്ങുന്നത് നല്ല രസമാണ് കാണാൻ. നെറ്റിപ്പട്ടമൊക്കെ വയ്ക്കുന്നത് നല്ല രസം, കുളമൊക്കെ ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞേ നമുക്ക് അവിടെ പോയി കാണാൻ ആനയൊക്കെ ഒരുങ്ങുന്നത്. ചുമ്മാതെ ആനയൊക്കെ പോയിട്ട് എത്ര സമയങ്ങളായി. എന്നിട്ട് പിടിച്ചു വലിച്ച് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ പുറകെ ഓടുക കേട്ടോ. നമ്മൾ പുറകെ ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മുടെ അണ്ണൻ ആനയെ കാണാൻ പോകുന്നത്. പിന്നെ അവസാനം ഞങ്ങൾ കുറച്ച് കമ്പോ വെടിക്കട്ടോ അത് കണ്ടിട്ട് ഞങ്ങൾ തിരികെ പോകുന്നു. ആനയെ കണ്ടില്ല. ആന ആ സമയം കൂടി ഇഞ്ഞു വന്നു കേട്ടോ. ഇവിടെ ആറാട്ടിനായിട്ട് ഇഞ്ഞു വന്നു. അങ്ങനെ നല്ല രസം. ഞങ്ങൾ പിന്നെ അത് ഓർത്ത് ഞങ്ങൾ ചിരിക്കുക. ഞങ്ങളെ കൊണ്ടുപോയത് ആനയെ കാണാൻ. പാവം ആനകളായിരുന്നു തോന്നുന്നു. അവന്മാർ വലിയ കുഴപ്പമില്ലാതെ
കേട്ടോ. പോയി ആനപ്പാപ്പന്മാരോട് നമുക്ക് പേടിയല്ലേ, അയ്യോ എൻ്റെ ദൈവമേ ഇവന്മാരെങ്ങാണോ ഒന്ന് കുലുങ്ങിയാൽ മറ്റോ ചെയ്ത് നമ്മൾ അപ്പോഴേ ഓടും. നമ്മളെന്തായാലും ഓടാനായിട്ട് തയ്യാറായിട്ടായിരിക്കും നിൽക്കുന്നത്. ആനയെ കാണുമ്പോൾ എത്ര ആയാലും എല്ലാവർക്കും പേടിയാണ്. നല്ല രസം ഇവന്മാർ നടക്കുന്നത്. ബാക്കിയെല്ലാം നിശ്ചല, ഇവന്മാരുടെ ചങ്ങല കിലുക്ക മാത്രം നല്ല രസം. എത്ര തൊടലേലാ അവന്മാരെ പൂട്ടിയിട്ടേക്കുന്നത്. പാവത്തങ്ങൾ എന്തായാലും ഒരു കുഴപ്പവും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ആറാട്ടും ഉത്സവവും ഒക്കെ സമാപിച്ചു. അടുത്ത ഒരു ഉത്സവത്തിനും പൂരത്തിനും ആയിട്ടൊക്കെ ഞങ്ങൾ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ എൻ്റെ മോളൊരു പണി പറ്റിച്ചു. ഈ കുപ്പികളെയൊക്കെ വാങ്ങിക്കാമെന്നും കരുതിയപ്പോൾ ഒരു കട ചെന്നപ്പം പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചാൽ എത്ര, ഞാൻ എവിടെ ചെന്നാലും ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചടയെന്നൊക്കെ വഴക്കുണ്ടാവുമല്ലോ. എത്ര ആണെന്ന് ചോദിക്കും. പുള്ളിക്കാരന് ഒരു പറച്ചിൽ വില കേട്ടപ്പോഴേ ഞാൻ ഓടി. 80 രൂപയാണ്. ഞാൻ പറഞ്ഞു പൊന്നെ എൻ്റെ കൂടെ വാ, ഞാൻ വാങ്ങിച്ചു തരാം 40 രൂപയ്ക്ക്. അപ്പോൾ വേറൊരു കട കയറിയപ്പം ഞാൻ ചോദിച്ചാൽ എത്രയാണ്. പാവം മനുഷ്യൻ എന്നോട് പറഞ്ഞ് 40 രൂപയാണെന്ന്. ഞാൻ പറഞ്ഞു പന്നേ ദേ വേറൊരാൾ എന്നോട് 80 രൂപ ചോദിച്ചു വന്നേ. അന്നേരം ആ പുള്ളി തന്നെ പറയുന്നത് അതൊക്കെ ഒരു ഇതല്ലേ, ഉത്സവമാണെന്ന് പറഞ്ഞ് അങ്ങ് മനുഷ്യനെ അങ്ങ് കൊന്നു വാങ്ങിച്ച് തിന്നാവോ എന്നൊക്കെ പറഞ്ഞു. നേരല്ലേ 80 രൂപയൊന്നുമില്ല കേട്ടോ, 40 രൂപയുള്ളൂ. പക്ഷേ എൻ്റെ മോള് ഒരു പണി പറ്റിച്ച് ഞാൻ എടുത്തു വെച്ച് ഇതിൻ്റെ വേറൊരു കളറ്. അത് മോഡായി കൊടുത്തു. അവരുടെ ഇത് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിനകത്തൊരു ഇടാമെന്നും പറഞ്ഞ് ഞാൻ എടുത്തു കൊടുത്തു. പക്ഷേ കുഞ്ഞു വിചാരിച്ചു വേണ്ടാന്നാണ് ഉദ്ദേശിച്ചതെന്ന്. അവളത് വെച്ചിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ 2 കമ്മലോ, പിന്നെ എനിക്ക് സിന്ദൂരം വേണമല്ലോ എപ്പോഴും. അപ്പോൾ സിന്ദൂരവും കമ്മലും ഒക്കെ വാങ്ങിച്ചിഞ്ഞ് പോന്നു. ഇവിടെ വന്ന് ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചു എൻ്റെ കുപ്പിവള എന്ത് ചെയ്യുന്നു. അമ്മ പറഞ്ഞില്ലേ അത് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നി 40 രൂപയ്ക്ക് അത് ലാഭമല്ലായിരുന്നു, നീ എന്താണ് അത് എടുത്തുകൊണ്ട് വരാഞ്ഞ്. എന്തായാലും അങ്ങനെ ചീറ്റിപ്പോയി എൻ്റെ ഒരു കുപ്പികളാട്ടോ. വേറെ ഒത്തിരി കളറുണ്ടല്ലോ, നമുക്ക് ഉള്ള കളറൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അതൊക്കെയുള്ളൂ ഉത്സവത്തിന്. പിന്നെന്താ ഞങ്ങൾക്ക് പിന്നെ കടലയൊക്കെ വാങ്ങിച്ചു തരും നമ്മുടെ പപ്പ. പിന്നെ ഐസ്ക്രീം ഒരു 3-4 എണ്ണമൊക്കെ കഴിച്ചു. ഇന്ന് ഞാൻ എന്തായാലും ലാബിൽ പോകുന്നില്ല. ഞാൻ പറയാം എന്നെ നാളെ കാണാം ലാബിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ 3-4 ഐസ്ക്രീം കഴിച്ചു കേട്ടോ. 3-4 ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടാന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ പറയും, പിന്നെ വായി വെള്ളം നിൽക്കത്തില്ലല്ലോ ഐസ്ക്രീം കണ്ടാൽ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഒരു ഉത്സവം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക്. തൃക്കണ്ണാപുരത്ത് ഒരു ഉത്സവം ഉണ്ട്, അതാണ് 10-ാമതയും വിഷു കഴിഞ്ഞുള്ളതേ. അതിന് ഞങ്ങൾ കുപ്പികളെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്പലത്തിലെ ആറാട്ട് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മുടെ പപ്പ അമ്മാവനെ ഊതുന്നതൊക്കെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കുന്നു. പിന്നെ ആറാട്ട് അതൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കടമ്പനാട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ അമ്മയൊക്കെ കേട്ടോ. ഒരു സുപ്പു അവരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോവാം.
ചേട്ടാ അങ്ങോട്ട് ഒതുക്കി ഞാൻ വണ്ടിയൊക്കെ വിട്ടോട്ടെ. വാ 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 വാ. റാണിയുണ്ടോ? പോട്ടെ പോട്ടെ പോട്ടെ. സൈഡ് കയറല്ലേ?